സൂപ്പർ. 19 വയസ്സിൽ കണ്ടിട്ട് ഞാൻ ഇപ്പോഴാണ് പിന്നെ കാണുന്നത്. എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? എങ്ങനെയുണ്ടായിരുന്നു വീണ്ടും കിടു കണ്ടപ്പോൾ? ഇതൊന്നും പറയണ്ട, ചോദിക്കേണ്ട ആവശ്യമില്ല. ഈ സിനിമ ഇതുപോലത്തെ സിനിമ ഒന്നും ഉണ്ടാവാൻ പോണില്ല മലയാളത്തിൽ. എവറിഥിങ് ക്ലാസിക്. എങ്ങനെയുണ്ടാ സൗണ്ട് എഫക്ട്സും കാര്യങ്ങളൊക്കെ? അതുകൊണ്ട് കുഴപ്പമില്ല. കുറച്ചും കൂടി മറ്റേ PVR കാണുകയാണെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കാം. പക്ഷേ കുറച്ചും കൂടിയൊക്കെ ഷോ കൂട്ടേണ്ടത് അവർ കൈരളിയിൽ മറ്റിടത്തൊക്കെ ചെയ്യേണ്ടതാണ്. ഇവിടത്തേക്കാളും നല്ലതല്ലേ കൈരളിയിലെ ഷോ ഒക്കെ. അതിന് ക്ലാസ് പറയേണ്ട ആവശ്യമില്ല. അമേസിങ്, അടിപൊളിയായിരുന്നു. ടിവിയിലൊക്കെ കണ്ടിട്ടുള്ളൂ മൂവി അതോ കുറച്ച്? അല്ല, ഞാൻ വളരെ ചെറുപ്പത്തിൽ കണ്ടതാ. സോ വീട്ടിൽ പറഞ്ഞ ആ ഒരു പ്രായമായതിനു ശേഷം കാണുമ്പോൾ ഉള്ള ഫീലിംഗ് ഇല്ല ഇല്ല. ഭയങ്കര ചെറുപ്പത്തിൽ കണ്ട ഒരു 8 വയസ്സ് 9 വയസ്സുള്ള. അതിന് ശേഷം ഇത്രയും വയസ്സായിട്ട് കാണുമ്പോൾ ഭയങ്കര വ്യത്യാസം. ഇല്ല, ഡെപ്ത് ശരിക്കും MTയുടെ ക്രിയേറ്റിവിറ്റി എന്നുള്ള നമ്മൾ കേട്ടറിവുള്ള കഥയും അതിൽ നിന്ന് മാറി വന്നിട്ടുള്ള കഥയും ഭയങ്കര ഇറ്റ് വാസ് വെരി നൈസ്. ഭയങ്കര നല്ലതായിരുന്നു. ഞാൻ ഏറ്റവും ബാക്കിൽ നിന്നിട്ടാണ്. ഭയങ്കര നല്ലതായിരുന്നു. അതെ അതെ, മൂവി ശരിക്കും തിയേറ്റർ എക്സ്പീരിയൻസ് ആദ്യമായിട്ട് TV കാണുന്നതിന് തമ്മിൽ ഭയങ്കര വ്യത്യാസം. വളരെ നല്ല സിനിമ. ഇല്ലില്ല, ഇത് ആദ്യമായിട്ട് കാണുക. നല്ല നല്ല സിനിമയാണ്. നേരത്തെ കണ്ടതിലും ഭയങ്കര ഇഫക്റ്റീവായിട്ട് തോന്നിയിട്ടുണ്ട്. കണ്ടിട്ടുണ്ട്. 89 കണ്ടത് ആദ്യമായിട്ട്. അത് കഴിഞ്ഞ് ഇപ്പൊ കാണുകയാണ്. വേറെ ഒരു ലോകത്തേക്ക് പോയി കളഞ്ഞു. വെരി ഇൻട്രസ്റ്റിംഗ്. നന്നായിരുന്നു. ശരിക്കും നല്ല ഭംഗിയായിട്ട് എടുത്തിട്ടുണ്ട്. ഇത് സൗണ്ട് സിസ്റ്റവും പിന്നെ എല്ലാം. എൻജോയ്ഡ് ഇറ്റ്. കുറച്ചും കൂടെ കാണണമെന്നുണ്ട്. 1-2 പ്രാവശ്യം കൂടെ കാണണമെന്നുണ്ട്. മോൾക്ക് വരെ ഇഷ്ടപ്പെട്ടു. നല്ലായിരുന്നു. കുഞ്ഞിലെ സ്കൂളിലൊക്കെ കണ്ടതാണ്. ഇപ്പം ബിറ്റ്സ് ആൻഡ് പാർട്സ് മാത്രമേ ഓർമ്മയുള്ളൂ. വളരെ ചെറുതായിരുന്നു ഇറങ്ങി. ഭയങ്കര നല്ലതായിരുന്നു. നല്ലതായിരുന്നു. വിചാരിച്ചേക്കാളും നല്ലതായിരുന്നു. അതെ 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 യെസ് അതെ 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 വേ ഹെഡ് ഓഫ് ഇറ്റ്സ് ടൈം എന്നുള്ള പോലെ തോന്നി. കണ്ടിട്ടുണ്ട്. അന്ന് ഞാൻ ചെറുതായിരുന്നു, വളരെ ചെറുതായിരുന്നു. അന്ന് അത്രയും മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. അന്നത്തെ ആ തുളുനാടൻ ഭാഷയൊക്കെ ഒന്നും കൂടി ഒന്ന് കേൾക്കണമെന്ന് തോന്നി. അങ്ങനെ വന്നതാണ്. വളരെ നല്ലതാണ്. വളരെ വളരെ നല്ല സൗണ്ട് ക്ലാരിറ്റിയും മമ്മൂട്ടിയുടെ ആ ഒരു പഴയ ശബ്ദം ഗംഭീരം. അദ്ദേഹത്തിന്റെ ആ എഫേർട്ട് കണ്ടു തന്നെ. ആദ്യം കണ്ടു തന്നെ. അതിനെക്കാട്ടും മെച്ചപ്പെട്ടിട്ടുണ്ട്. വളരെ അഡ്വാൻസ് ആയി. അതിനേക്കാളും ഭംഗിയായിട്ടുണ്ട്. തിയേറ്ററിൽ കാണാൻ പ്രതീക്ഷിച്ചില്ല. പക്ഷെ വന്നതിൽ വലിയ നന്ദിയുണ്ട്. അത് അങ്ങനെ ഒരു അറ്റംപ്റ്റ് നടത്തിയതിന് എല്ലാവിധ കൃതജ്ഞതയുണ്ട്. ഇറ്റ് വാസ് എ ഗുഡ് മൂവി. നേരത്തെ കണ്ടിട്ടുള്ള എത്ര വർഷമായി. അതല്ല, ഫാമിലി ആയിട്ട് പോയത് തന്നെ. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു പുതിയ റിവൈവൽ ഓഫ് യുവർ മെമ്മറീസ്. നല്ല 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 നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ഫീലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലത്തെ മൂവീസ് ഇപ്പൊ ഇറങ്ങുന്നില്ലല്ലോ. ക്ലാസിക് മൂവി, ക്ലാസിക്. വടക്കൻ വീരാതെ പോലെ ആവുന്നില്ലല്ലോ. അതെ 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 അതെ. മണിച്ചിത്രത്താഴ് ഇറങ്ങിയത് കാണാൻ പറ്റാത്തൊരു വിഷമമുണ്ട്. കണ്ടില്ല. അതെ അതെ അതെ. ഗംഭീരഗാഥ വലിയൊരു വ്യത്യാസമൊന്നും എനിക്ക് തോന്നിയില്ല. എനിക്ക് പിന്നെ ഞാൻ ഇതിന് പല പ്രാവശ്യം കണ്ടിട്ടുള്ളതാണ്. എത്രയോ തവണ കണ്ടിട്ടുള്ളതാണ്. പിന്നെ അതിൻ്റെ അകത്തൊരു സൗണ്ട് 4K വന്നപ്പോൾ എൻ്റെ സൗണ്ട് സിസ്റ്റം ആ ക്വാളിറ്റിയിൽ വലിയൊരു വ്യത്യാസം വന്നിട്ടുണ്ട്. പണ്ട് കണ്ടതും ഇപ്പൊ കാണുമ്പോൾ എനിക്ക് അനുഭവപ്പെട്ട ഒരു ഫീലിംഗ് എന്ന് പറഞ്ഞാൽ ആ സൗണ്ട് സിസ്റ്റത്തിൽ വന്നൊരു മാറ്റം, വലിയൊരു മാറ്റമുണ്ട്. ഉണ്ട് വളരെ നന്നായിട്ട്. വിചാരിച്ചിരുന്നു ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഈ ഒരു സിനിമ വീണ്ടും തിയേറ്ററിൽ ഫാമിലിയോടായിരുന്നോ അതോ? അല്ല, ഞാൻ അന്ന് ഞാൻ ബാച്ചിലറായിരുന്നു. അന്ന് ഞാൻ പോയി കണ്ട് പല പ്രാവശ്യം കണ്ടിട്ടുള്ളതാണ്. പ്രാവശ്യം കാണുകയും വീണ്ടും ഞാൻ മൊബൈലിൽ തന്നെ വേണ്ട പ്രാവശ്യം കണ്ടിട്ടുള്ള ഒരാളാണ്. പിന്നെ വളരെ എക്സ്പീരിയൻസ്. ഇതിപ്പോ വീണ്ടും കാണുമ്പോൾ ഒരുപാട് സന്തോഷം. പിന്നെ മമ്മൂട്ടിയുടെ അതിഗംഭീരമായ ഒരു അഭിനയം വീണ്ടും. ലെജൻഡ് എല്ലാവരും ഒന്നിച്ച് ചേർന്ന്. അതെ 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 അതെ. അതിപ്പോ ആരും അല്ലാതെ ഇപ്പൊ എല്ലാവരും, ക്യാപ്റ്റൻ രാജു ആയിരുന്നാലും മമ്മൂട്ടി ആയിരുന്നാലും സുരേഷ് ഗോപി ആയിരുന്നാലും എല്ലാവരും
പിന്നെ അതിനേക്കാളേറെ നമ്മൾ അതിൻ്റെ ഒരു ഫോട്ടോഗ്രാഫി അത് നാഷണൽ അവാർഡ് കിട്ടിയതാണല്ലോ. അപ്പം അദ്ദേഹം ഒന്നും ജീവിച്ചിരിപ്പില്ല. എങ്ങനെയുണ്ടായിരുന്നു പടം കണ്ട എക്സ്പീരിയൻസ് വീണ്ടും കണ്ടപ്പോൾ? നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എങ്ങനെയുണ്ട്, എന്താണ് വ്യത്യാസം തോന്നിയത്? അത്യാവശ്യം നല്ല സൗണ്ട്, നല്ല കൊള്ളാം. ഇറങ്ങിയ സമയത്ത് കണ്ടിട്ടുണ്ടായിരുന്നത് 89 ഡിഫറൻസ് എങ്ങനെയുണ്ട് ഇപ്പോഴത്തെ 4K ക്വാളിറ്റിയിലും സൗണ്ട് ക്വാളിറ്റിയിലും? ഇഷ്ടപ്പെട്ടു.